ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരമായ ഫോർട്ട് കൊച്ചി എന്ന സ്ഥലത്താണ്. ഫോർട്ട് കൊച്ചിയിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങളിലൊന്നാണ് സെയിൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. വാസ്കോ ഡ ഗാമ 1524 മരിച്ചപ്പോൾ അദ്ദേഹത്തെ ആദ്യം അടക്കം ചെയ്തത് ഈ പള്ളിയിലായിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ശരീരം പോർച്ചുഗലിലേക്ക് മാറ്റിയത്. ഇന്ന് ആ പള്ളിക്കുള്ളിൽ വാസ്കോ ഡ ഗാമയുടെ കല്ലറയുടെ അടയാളം നമ്മൾക്ക് കാണാൻ പറ്റുന്നതാണ്. വളരെ മനോഹരമായിട്ടാണ് ഒരു ചേട്ടൻ ഓടക്കുഴൽ വായിക്കുന്നത് കണ്ടത്. അപ്പോൾ എന്തായാലും കുറച്ചു നേരം കേട്ടിരിക്കാമെന്ന് തോന്നി. ഇപ്പോൾ കാണുന്നതാണ് വാസ്കോ ഹോം സ്റ്റേ. ബിഗ് ബി എന്ന മമ്മൂക്കയുടെ ഒരു ഫിലിമിൽ പ്രധാന ലൊക്കേഷനായിരുന്നു ഈ കാണുന്ന വാസ്കോ ഹോം സ്റ്റേ. ഈ ഒരു ഭാഗത്ത് എവിടെ നോക്കിയാലും നല്ല ഫോട്ടോ ഫ്രെയിംസ് ഏരിയകളാണ് കേട്ടോ. നല്ല കിടിലൻ ഫോട്ടോസൊക്കെ നമുക്ക് ഇവിടെ വന്ന് എടുക്കാൻ പറ്റുന്നതാണ്. ഫോർട്ട് കൊച്ചിയിലെ ചരിത്ര സ്മാരകങ്ങൾ പറയുമ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പേരാണ് ബാസ്റ്റിയൻ ബംഗ്ലാവ്. കടലിനോട് ചേർന്ന് അറബിക്കടലിന്റെ നീല നിറം നോക്കി നിൽക്കുന്ന ഒരു ശാന്തമായ രാജകീയ കെട്ടിടം. ഈ ബംഗ്ലാവ് നിർമ്മിച്ചത് ഡച്ച് ഭരണകാലത്ത് ഏകദേശം 1670 വർഷങ്ങൾക്ക് മുമ്പാണ്. ഡച്ചുകാർ ഫോർട്ട് കൊച്ചിയിൽ പണിതിരുന്ന കോട്ടയുടെ ഒരു ബാസ്റ്റിയൻ ഭാഗത്താണ് ഈ കെട്ടിടം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇതിന് ബാസ്റ്റിയൻ ബംഗ്ലാവ് എന്ന പേര് ലഭിച്ചത്. അതുപോലെ ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ഒരുപാട് നല്ല നല്ല ഫിലിംസിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഈ കാണുന്ന ചീനവലകൾ ഫോർട്ട് കൊച്ചിയുടെ പ്രധാന ഐഡന്റിറ്റികളിൽ ഒന്നാണ്. നമ്മൾ ഗൂഗിളിൽ ഫോർട്ട് കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ചീനവലയുടെ ചിത്രമായിരിക്കും ലഭിക്കുക. പിന്നെ അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പ്രിൻസസ് സ്ട്രീറ്റ്. ഇവിടെ ഒരുപാട് ഷോപ്സുകളും കഫേകളും പർച്ചേസിങ് ഐറ്റംസൊക്കെ കൂടുതലും കിട്ടുന്ന ഏരിയകളാണ്. അതുപോലെ സീ ഫുഡ് ഐറ്റംസ് കഴിക്കാൻ പറ്റുന്ന ഏരിയയാണ് ഫോർട്ട് കൊച്ചി. നല്ല നല്ല വിഭവങ്ങളൊക്കെ ഇവിടെ ലഭിക്കുന്നതാണ്. കൂടാതെ വളരെ മനോഹരമായിട്ടുള്ള കുട്ടികൾക്കും അതുപോലെ ഫാമിലികൾക്കും സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഭംഗിയുള്ളൊരു പാർക്കും ഫോർട്ട് കൊച്ചിയുടെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ വാട്ടർ മെട്രോയും വന്നതുകൊണ്ട് ഹൈക്കോർട്ടിൽ നിന്നൊക്കെ വളരെ ഈസി ആയിട്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് എത്താൻ പറ്റും. ധാരാളം ആളുകളാണ് വാട്ടർ മെട്രോ വഴി ഇപ്പോൾ ഫോർട്ട് കൊച്ചി കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മെട്രോ ബോട്ട് കടലിനോട് ചേർന്ന് തന്നെ വളയുന്നതൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ഫോർട്ട് കൊച്ചിയിൽ നിന്നൊക്കെ കാണാൻ പറ്റും. ഈ കാണുന്ന സീ ഫുഡ് ഐറ്റംസ് നമ്മൾ മേടിക്കുവാണെങ്കിൽ വേണമെങ്കിൽ അവരത് കുക്ക് ചെയ്ത് നമുക്ക് തരുകയും ചെയ്യും കേട്ടോ. ബീച്ചിലേക്ക് പോകുന്ന വഴിയിലെത്തിയപ്പോഴത്തേക്കുമാണ് ഒരുപാട് ആളുകൾ ഈ സമയത്തും ഉണ്ടെന്നറിഞ്ഞത്. ഞാൻ വിചാരിച്ചു കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ ബീച്ചിനോട് അടുക്കും തോറും ഒരുപാട് ആളുകളെ കാണാൻ പറ്റും. അവിടെ ഒരു ചേട്ടൻ വലയെറിയാൻ പോകുന്നുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ നല്ലൊരു ഷോട്ടൊക്കെ എടുക്കാം.
കിട്ടി മോനെ, നല്ലൊരു സ്ലോ മോഷൻ വീഡിയോന് കിട്ടി. എന്തൊക്കെയാണെങ്കിലും ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എനിക്ക് തോന്നുന്നത് ഒന്ന് നല്ലതുപോലെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുമായിരുന്നെങ്കിൽ ഒരുപാട് ആൾക്കാർ ഫോർട്ട് കൊച്ചിയിലേക്ക് ഒഴുകിയാണ് ബീച്ച് കാണാൻ വേണ്ടി മാത്രം. ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ചീനവലകളും പഴയ യൂറോപ്യൻ കെട്ടിടങ്ങളും കടലും കലയും തന്നെയാണ്. പക്ഷെ ഇതിന് പിന്നിൽ അധികം പേര് അറിയാത്ത ഒരു വ്യവസായ ചരിത്രവും ഫോർട്ട് കൊച്ചിക്കുണ്ട്. അതാണ് ഈ കാണുന്ന ബോയിലറുകൾ. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഫോർട്ട് കൊച്ചി ഒരു പ്രധാന തുറമുഖവും വ്യവസായ കേന്ദ്രവുമായിരുന്നു. അന്ന് വൈദ്യുതി കുറവായിരുന്നതിനാൽ സ്റ്റീം എഞ്ചിനുകൾ പ്രവർത്തിക്കാൻ ബോയിലറുകൾ അനിവാര്യമായിരുന്നു. ഈ ബോയിലറുകൾ ഉപയോഗിച്ചാണ് തുറമുഖത്തിലെ വെയർ ഹൗസുകളിലും അതുപോലെ തന്നെ കപ്പലുകളുടെ റിപ്പയർ യാർഡുകളിലേക്കും ഐസ് ഫാക്ടറികളിലും ഭക്ഷ്യ സംരക്ഷണ യൂണിറ്റുകളിലും പഴയ ഫാക്ടറികളിലും പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ ബോയിലറുകളും ഒരു പ്രധാനപ്പെട്ട വസ്തുവാണ് നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ. അതും വളരെയധികം സംരക്ഷിക്കപ്പെടേണ്ട ഒരു വസ്തുവാണ്. ഈ കാണുന്നതും ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഫിലിമിൽ പ്രധാനപ്പെട്ട ലൊക്കേഷനായിരുന്നു. ക്ലൈമാക്സ് സീനിലൊക്കെ ഈ ഒരു ലൊക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. നേരെ കാണുന്നതാണ് വൈപ്പിൻ LNG ടെർമിനൽ. പ്രിൻസസ് സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസിന്റെ വീട്. ഇപ്പോൾ ഇതൊരു കടകളും കഫേ കോഫി ഷോപ്സ് ഒക്കെയാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഡച്ചുകാരുടെ സെമിത്തേരി എന്ന് പറയുന്നത്. വൈകുന്നേരങ്ങളിലൊക്കെ ഫാമിലിയായിട്ട് വന്ന് നല്ല കിടിലൻ ഫോട്ടോസും
നമുക്ക് നല്ല നല്ല ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു നല്ലൊരു പ്ലേസാണ് ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇനിയും നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് വരാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഫോർട്ട് കൊച്ചി വരുമ്പോൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കുകയും നല്ലപോലെ ആസ്വദിക്കുകയും ചെയ്ത് സന്തോഷമായിട്ട് പോവാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. സോ ബൈ.